എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേവതി സമ്പത്താണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഹിരൺദാസ് മുരളി അഥവാ വേടൻ എന്ന പേരുള്ള റാപ്പ് സിംഗറിനെ കുറിച്ചിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വരുന്ന സെക്ഷൽ അബ്യൂസിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറെ വായിക്കുന്നുണ്ട്, നമ്മൾ കുറെ അറിയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാത്തയിടത്തിലൊക്കെ. ആ ഒരു സെക്ഷൽ ക്രൈമിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ അവെയർ ആണ് അല്ലെ. അപ്പം അതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമപാലകരും നിയമസംരക്ഷകരും ഒക്കെ അവരുടെ അടുത്ത് എത്തിക്കാൻ കൂടെ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒപ്പം മനഃപൂർവ്വം, അതായത് ഇന്റൻഷനലി കണ്ണിലും കാതിലും വായിലും ഒക്കെ ഒരു സെൻസർഷിപ്പ് ഇട്ട് നടക്കുന്ന സോ കോൾഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ തന്നെയാണ് ഞാനിവിടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ഓൾറെഡി എവിഡന്റ് ആണെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ ആ കാര്യം, കുറച്ചും കൂടെ വ്യക്തത വരാൻ വേണ്ടി. അപ്പോ എനിക്ക് വളരെയധികം ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹിരൺദാസ് മുരളീനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയല്ല. എനിക്കറിയില്ല ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ് എവ്രി വൺ, ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എനിക്ക് ആകെ അറിയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സോങ്സ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ വാ എന്ന് പറയുന്ന ഒരു സോങ് ആണെങ്കിലും ഇതെല്ലാം ഞാൻ അതിന്റെ റിലീസ് ഡേറ്റിന്റെ തലേ ദിവസം ഞാനും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പ്രൊഫൈലിൽ നിന്ന്. അൺനോയിങ്ലി ദാറ്റ് ഇയാൾ ഒരു സെക്ഷൽ അബ്യൂസർ ആണ് എന്നുള്ളത്, ഒരു സെക്ഷൽ ക്രിമിനൽ ആണ്, ഹിസ് എ ക്രിമിനൽ, ഒരു ക്രിമിനൽ ആണെന്ന് അറിയാതെ തന്നെ ഞാൻ ഷെയർ ചെയ്തതാണ്. അത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇഷ്യൂ പുറത്ത് വിസിബിൾ ആയി തുടങ്ങിയ സമയത്ത് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരു തരത്തിലുള്ള വിസിബിലിറ്റിയോ ഒരു തരത്തിലുള്ള ആഘോഷങ്ങളോ ഒന്നും ഇങ്ങനെയുള്ള ക്രിമിനൽസിന് കൊടുക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ അടിയിലാണെങ്കിലും ഒക്കെ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ്. അഡ്മിറ്റ് ചെയ്തല്ലോ, ഓക്കെ, ഇപ്പോഴെങ്കിലും നിങ്ങൾ അഡ്മിറ്റ് ചെയ്തതോടുകൂടി അയാൾ വേറൊരു ലെവൽ ഓഫ് ഹ്യൂമൺ ആക്കി ആൾക്കാരെടുക്കുന്നു. വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഹി ഈസ് എ ക്രിമിനൽ അല്ലെ. അയാൾ ഒരു സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുള്ള അയാൾ ഒരു ക്രിമിനൽ, സെക്ഷൽ ക്രിമിനൽ ആണ് അയാൾ. ക്രിമിനൽ ഇസ് എ ക്രിമിനൽ. ക്രിമിനലിനെ ഏത് രീതിയിൽ നിങ്ങൾ ഘോഷിച്ചാലും ശരി, ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിക്കോളെന്ന് വിശ്വസിക്കുന്നു. സ്വയം വിലയിരുത്തലിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ എല്ലാവരും അല്ലെ. അപ്പോ എവിടെയെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലാവും ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഈ പ്രോഗ്രസീവ് സർക്കിളിനെ, എസ്പെഷ്യലി ഈ പ്രോഗ്രസീവ് സർക്കിളിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ. അതിന് താഴെ ഒത്തിരി കമന്റ്സും ഒത്തിരി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, പലരും മ്യൂച്വലിലേക്ക് കിടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എങ്ങനെ പറ്റുന്നു, നിങ്ങൾ എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അങ്ങനത്തെ ഒരു ക്രൈമിനെ, അല്ലെങ്കിൽ ആ സ്ത്രീകൾ അനുഭവിച്ച ട്രോമയെ, ആ സ്ത്രീകൾ അനുഭവിച്ച പെയിനിനെ, ഇതിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് അയാളുടെ അക്കൗണ്ടിലെ പോസ്റ്റുകളുടെ താഴെ പോയിട്ട് വളരെ നന്നായി, സ്വന്തമായി അഡ്മിറ്റ് ചെയ്തു, സ്വന്തമായി തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് വല്ലാത്തൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം എന്ത് തിരിച്ചറിവാണ് സെക്ഷൽ അബ്യൂസിന് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഡെഫിനിഷനാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ബീയിങ് എ സർവൈവർ ഇതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ അണ്ടറിൽ പോയിട്ട് ഇതിനെയൊക്കെ പറയുന്ന സ്ത്രീകളോടും കൂടെയാണ് പറയാനുള്ളത്. ഇത് നിങ്ങളുടെയും ഇഷ്യൂ ആണ്, ഇത് ഞങ്ങളുടെയും ഇഷ്യൂ ആണ്. ഓക്കെ, ഇത് നമ്മളുടെ എല്ലാവരുടെയും ഇഷ്യൂ ആണ്, ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഓക്കെ, അതെല്ലാം നമ്മളുടെയൊക്കെ റിഫ്ലക്ഷൻസ് തന്നെയാണ്. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ഒത്തിരി ഹിരൺദാസ് മുരളിമാരുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്, അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കൊട്ടിഘോഷിപ്പൽക്ക് ആദ്യം നിർത്തുക. ഇത് കൊട്ടിഘോഷിച്ചിട്ട് അമ്പിളിയെ കൊട്ടിഘോഷിക്കുന്നതിനെതിരെ നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടും കാര്യമില്ല. നിങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് എനിക്കൊന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹം അർഹിക്കുന്ന എല്ലാ ശിക്ഷയും ഇദ്ദേഹത്തിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇയാളുടെ ഒരു ഷിഫ്റ്റ്, ഇയാളുടെ ഒരു ഫേസ് ഓഫ് ചേഞ്ച് നമുക്ക് അതിനകത്ത് ഇയാളുടെ എഴുത്തുകളിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളത് ഒരു കാര്യമുണ്ട്. ഇയാൾ ആദ്യം ഇതിനെ അപ്രോച്ച് ചെയ്ത ഒരു കാര്യം, ആദ്യത്തെ പോസ്റ്റ് എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇതുമായി ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ ഇയാൾ അറ്റാക്ക് ചെയ്യാൻ ആരോ വേറെ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ട്രൈ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇദ്ദേഹം ആദ്യം വിളമ്പി എഴുതിയത്. പിന്നെ സെക്കൻഡ്, അദ്ദേഹം ആ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ നിന്ന നിലയിൽ തന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ ലാസ്റ്റ് അദ്ദേഹം അഡ്മിറ്റ് അയാൾക്കറിയാം കുരുക്കാണെന്നുള്ള കാര്യം അറിയാം, ഇയാളെ തേടി വരും എന്നുള്ള കാര്യം അറിയാം, ട്രാപ്പ് ആകുമെന്ന് നന്നായി അറിഞ്ഞിട്ടാണ് ഇയാൾ ഈ അഡ്മിഷൻ നടത്തിയിരിക്കുന്നത്. അഡ്മിഷൻ നടത്തുമോ ഇല്ലയോ അതല്ല ഫാക്ട്. അയാള് ശിക്ഷ അർഹിക്കുന്നു. കൃത്യമായി നിയമത്തിന്റെ ഫ്രണ്ടിൽ അയാൾ വരാനും എല്ലാ വിധത്തിലും അയാൾ ശിക്ഷ അർഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ അത് നിയമപാലകർ അല്ലെങ്കിൽ നിയമസംരക്ഷകർ ഇതിനെതിരെ കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ, ഒപ്പം തന്നെ ആ സ്ത്രീകളോട് എന്റെ സ്നേഹവും ഐക്യദാർഢ്യവും ഞാൻ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ്, ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ആ സമയത്ത് വളരെ പ്രായം കുറവാണ്. ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, സ്കൂൾ ടൈമിൽ നിൽക്കുന്ന +2 കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്. ഹായ് മോളെ. അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ്. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ്, നമ്മൾ എക്സ്പെക്ട്. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിന്ന് കത്തുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു നടി രേവതി സമ്പത്ത്. നമ്മുടെ അമ്മയുടെ ചെയർമാനോ വൈസ് ചെയർമാനോ AMMയുടെ എന്തോ ആണ് ആയ സിദ്ദിഖ് എന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത അലിഗേഷൻസ് വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ മാളത്തിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോ ഈ രേവതി സമ്പത്ത് ഇപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾക്കെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അതായത് തന്നെ +2 പഠിക്കുന്ന സമയത്ത്, +2 കഴിഞ്ഞ് സമയത്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയും ഏതാണ്ട് 2 കൊല്ലം വരെ ചാറ്റ് ചെയ്യുകയും അതിനുശേഷം എന്തോ പടത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ എന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് ഞാൻ എന്തായാലും നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഈ നടി രേവതി സമ്പത്ത് ആരെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ഒന്ന് നടി രേവതി സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചപ്പോൾ നിങ്ങൾ അടിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ ഇവിടെ അത് വയ്ക്കണമെന്നില്ല. ഒരു ലോഡ്, അതായത് രേവതി സമ്പത്ത് മുമ്പൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏതാണ്ട് 14ഓളം പേര് എന്നെ സെക്ഷലി, പിന്നെ ഫിസിക്കലി, മെന്റലി എന്നെ അബ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എന്നെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തി. അതിനകത്ത് ഈ പറയുന്ന കുറെ എണ്ണം വരെ നമ്മുടെ ബിഗ് ബോസ് താരം ഷിജു വരെ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സിദ്ദിഖ് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കുറെ 14 പേര്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഈ 14 പേരും പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ പോയി നിന്ന് കൊടുത്തോ എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യന്റെ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാളാണെങ്കിൽ ശരി, ഓക്കെ, സമ്മതിച്ചു. ഇത് 14 എന്നിട്ട് അവർ പറയണേ ഇനിയും ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറുണ്ട്, എന്റെ കയ്യിൽ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും, എന്റെ കയ്യിലും ഇനിയും ആൾക്കാരുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് എനിക്ക് വിശ്വാസം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ 1-2 കേസ് എനിക്ക് വിശ്വാസ്യതയുണ്ട്. അപ്പൊ ഈ ബംഗാളി നടി പറഞ്ഞ ആരുമായിട്ടുള്ള ബന്ധം, നമ്മുടെ രഞ്ജിത്തുമായിട്ടുള്ള, അതവര് പറഞ്ഞത് ജെന്യൂൻ ആണെന്നും അതിന് മറുപടിയായിട്ട് ഈ പറയുന്ന രഞ്ജിത്ത് പറയുന്നത് ഒരിക്കലും അതൊരു മുഖവലിക്കെടുക്കാൻ പറ്റാത്തതുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അക്സെപ്റ്റ്. പക്ഷേ ഈ പറയുന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്നവള് വന്നിട്ട് ഇതുപോലെ എന്നെ പിന്നീട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ ശരി പോട്ടെ. പിന്നെ 14ഓളം പേരുടെ പേര് പറയുന്നു. ഇനി എന്റെ കൈവശമുണ്ട്. ഈ 14 പേര് പീഡിപ്പിച്ചപ്പോഴും താങ്കളൊന്നും അറിഞ്ഞില്ലെന്നാണോ? ഇതില് 2 പോസിബിലിറ്റീസ് ഉണ്ടോ. ഒന്ന്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ അവർക്ക് ഈ പറയുന്ന, അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും വെർബലി ഇവരെ എന്തെങ്കിലും പിന്നെ വഴക്ക് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലവർക്ക് അവർക്കെതിരായിട്ട് ഒരു അസൂയ തോന്നി പറയുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നത്, ഇവിടെ അതിന് വഴങ്ങി കൊടുത്തു. ചിലപ്പോൾ അവരൊക്കെ ഇവര് പിന്നെ സെക്ഷലി ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഈ 14 പേരും എന്നൊക്കെ പറയുമ്പോൾ ഇനിയും എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ആഗ്രഹത്തോടു കൂടി വഴങ്ങി കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ താല്പര്യത്തോടു കൂടി ആയിരിക്കാം അവരെന്ത് ചെയ്തത്, അവരെ സെക്ഷലി യൂസ് ചെയ്തത്. അതിനുശേഷം ഇത് വന്ന് അവരെന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ് ബലാത്കാരമായി ചെയ്തു എന്ന് പറയുന്നതായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ബുദ്ധിയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. അതുപോലെ അവൾക്കെതിരായിട്ട് വേറെ കുറെ പിന്നെ കശം കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഇപ്പുണ്ട്. അത് എന്റെ മനോഹരമായ കാട്, കശത്തിലെ മുടിയൊക്കെ കാണിച്ചിട്ട് അതെന്റെ മനോഹരമായ കാടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നു. അതുമല്ല ഏതോ ഒരു പിന്നീട് ഫാഷൻ ഡയറക്ടർ ഏതോ ഒരു ഫാഷൻ, കേരള ഫാഷൻ അങ്ങനെ എന്തോ അതിന്റെ ഡയറക്ടർ, അവർക്കെതിരായിട്ടും ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിതുപോലെ പറയുന്നുണ്ട്, ഇവിടെ പിന്നീട് ചൈനയിലോ അവിടെ ഡോക്ടർ MBBS പഠിക്കുകയായിരുന്നു, അവിടെ എന്തോ ഇതുപോലെ സഹപാഠിയുടെ
നഗ്ന വീഡിയോ ഷൂട്ട് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് എവിടെ അതിൽ നിന്ന് പിന്നീട് ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്നൊക്കെ പിരിച്ചുവിട്ട് അങ്ങനെയുള്ള കുറെ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇനിയും ഈ പറഞ്ഞ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഇപ്പം അല്ലെങ്കിൽ ആരും ഓർക്കാതിരിക്കുന്ന അല്ലെങ്കിൽ മറന്നുപോയ മുഖങ്ങൾ ഇങ്ങനെ ഒരു സംഭവങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ അതിൽ ഇവള് പറയുന്നത് എനിക്ക് കേസിന് പോകാനൊന്നും ഞാൻ താല്പര്യപ്പെടണമെന്നും ഇല്ല. അവർക്ക് കേസിന് പോകുന്നത് വെറുതെ ഇങ്ങനെ പറയുന്നു. 4 ആൾക്കാരുടെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന രേവതി സമ്പത്ത് ഒരു അറ്റൻഷൻ സീക്കർ ആണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്നപ്പോ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലുള്ള പോസ്റ്റുകൾ ഒരുപാട് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഇടയിൽ കൂടി നമ്മളിപ്പോ ഇങ്ങനെ ഒരു വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്താണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ലൈംഗിക ചൂഷണങ്ങൾക്ക് സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇതുപോലുള്ള കുറെ എണ്ണം വന്നിട്ട് എന്നെ ഇന്നയാൾ ചെയ്തു, എന്നെ 10 പേര് ചെയ്തു, എന്നെ 14 പേര് ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ഞാൻ കേസും കൊടുക്കുന്നില്ല, ഇനിയും ഉണ്ട് ആൾക്കാർ. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഈ ജെന്യൂൻ ആയിട്ട് വന്ന് പറയുന്നവരെ പോലും നമ്മൾ സംശയിച്ചു പോകുന്നു എന്നൊരു സ്ഥിതിവിശേഷം ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലായോ? ജെന്യൂൻ ആയിട്ട് പറയുന്നവരെ പോലും നമ്മൾ എന്ത് ചെയ്യും, സംശയിച്ചു പോകും അല്ലേ? ഇവിടെ ഇങ്ങനെ ഇതിപ്പോ എനിക്ക് സംശയിക്കാനാ തോന്നുന്നു. ഇവളെ കുറിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഈ പറയുന്നത് ഇതൊക്കെ പറയുന്നത് ഒരു ഹരമായിട്ടും എന്ന് എനിക്ക് വളരെ ബോൾഡായിട്ടാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള പറയുന്ന 10-14 പേര് എന്നെ ഇതുപോലെ യൂസ് ചെയ്യുന്ന പോസ്റ്റ് ഇടുക, ഇനിയും ഉണ്ട് ഞാൻ ധൈര്യം മൂലം പറയുമെന്ന് പറയുക, ഈ 14 പേരും പീഡിപ്പിച്ചപ്പോഴൊന്നും ഇവർ അറിഞ്ഞില്ലേ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ ഞാൻ പറയാം 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നീ ഇവള് പിന്നീട് എന്തായാലും ഇവിടെ ബലമായിട്ട് ചെയ്തതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി പാടുണ്ട്. 10-14 പേര് അല്ലെങ്കിൽ അപ്പോഴേ പറയണമായിരുന്നു. ഒന്നുകിൽ അവള് കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ പറയുമ്പോൾ ജെന്യൂനായിട്ട് വരുന്നവരെ പോലും നമ്മൾ സംശയിക്കേണ്ടതായിട്ട് വരും. ജെന്യൂനായിട്ടുള്ള ആൾക്കാർ വരട്ടെ, ഇങ്ങനെ ചെയ്തവരൊക്കെ എന്ത് ചെയ്യട്ടെ, അഴിക്കുള്ളിലാവട്ടെ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.